ഹലോ, UAE കോട്ടയംകാരന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് UAEയിൽ അവധിയാണ്, ഹോളിഡേ ആണ്, സൺഡേ ആണ്. അപ്പം എല്ലാവരും പതിവ് ചെയ്യുന്ന പരിപാടി തന്നെ കിച്ചൺ. അപ്പോൾ ഇന്ന് ചെറിയ രീതിയിലൊരു കുക്കിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ്. ചെറിയൊരു ടിപ്സ് പറയാനായിട്ട് നമ്മൾ വന്നതാണ്. നമ്മൾ കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുന്നവരാണ് കിച്ചണിൽ. അപ്പം ഇതുപോലത്തെ സ്ലിപ്പറി സാധാരണ അനുഭവപ്പെടാറുണ്ട്. അപ്പം അതിനുവേണ്ടി ചെറിയൊരു ടിപ്സ് പറഞ്ഞു തരാനായിട്ടാണ്. ഒരു ക്ലോത്തില് കുറച്ച് വെള്ളം നനച്ച്, ഇപ്പോൾ ഓൾറെഡി വെള്ളം ഉണ്ട് ക്ലോത്ത്, ആ ക്ലോത്ത് ഈ സർഫസിലേക്ക് ഇടുക. എന്നിട്ട് ഈ കട്ടിംഗ് ബോർഡ് വെക്കുക. കട്ടിംഗ് ബോർഡ് അനങ്ങത്തില്ല, അതെ നോക്കി, ഒരിടത്തോട്ടും പോകത്തില്ല. എന്നിട്ട് നിങ്ങൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനം കട്ട് ചെയ്യാൻ ഇങ്ങനെ കടകടാന്ന് പറഞ്ഞ് കട്ട് ചെയ്യാം. പിന്നെ ഒരു ടിപ്സ് കൂടെ ഉണ്ട്. ഇത് ഞാൻ കോട്ടയത്തു നിന്നാണല്ലോ, അറിയാമല്ലോ. അപ്പം കേറ്ററിംഗ് പരിപാടി നമ്മളെല്ലാവരും നമ്മുടെ ഒരു 90s കിഡ്സിൽ ഇപ്പോഴും ആൾക്കാർ പോകുന്നുണ്ട്, കേറ്ററിംഗ് വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ആശാന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ടിപ്സാണ്. ഉള്ളി കട്ട് ചെയ്യുമ്പോഴത്തേന്, അല്ലെങ്കിൽ ഒനിയൻ സവോള കട്ട് ചെയ്യുമ്പോഴത്തേന് ഒരു ചെറിയ പീസ് ഒനിയൻ എടുക്കുക, ചെവിയുടെ സൈഡിൽ വെക്കുക. പിന്നെ നമ്മുടെ കണ്ണിക്കൂടെ വെള്ളം വരത്തില്ല എന്ന് പറയണം. അതുപോലെ തന്നെ നമ്മുടെ സോൾട്ട്, ഉപ്പ്, നമ്മുടെ സ്വന്തം ഉപ്പ്, ആ ഉപ്പിന്റെ പാത്രം ഉണ്ടെങ്കിൽ അത് സൈഡിൽ ഒന്ന് തുറന്ന് വെക്കുക. അപ്പോൾ എന്താണ് അതിന്റെ ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രി എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പം അതിങ്ങനെ വെച്ചാൽ കണ്ണിക്കൂടെ വെള്ളം വരത്തില്ലെന്നാണ് ആശാന്മാർ പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എൻ്റെ കൂടെ, ആ കാലഘട്ടത്തിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത സ്റ്റാഫിനെ, കേറ്ററിംഗ് പണിക്ക് പോകുന്ന സ്റ്റാഫിനെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. അപ്പം ഈ ഉപ്പും ഈ ചെവിയിലെ കാര്യങ്ങളും ആ ഉള്ളി വെക്കുന്ന കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല. നേരെ സവോള എടുക്കുക, നമ്മൾ കട്ടിങ് ആരംഭിക്കുക. അങ്ങനെ ഈ കട്ടിങ്ങും പരിപാടികളും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കുക്കിങ്ങിലേക്ക് പിന്നെ കടക്കുന്നതായിരിക്കും. ഓൾറെഡി ഇവിടെ സംഭവം അടുപ്പത്താണ് ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ്. അപ്പം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വന്നത് കേറ്ററിംഗ് വേണ്ടി, നാട്ടിലെ കേറ്ററിംഗ് ജോലി ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ് ഞാനും. അതിനകത്ത് എനിക്ക് ചമ്മലോ മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കേറ്ററിംഗ് ജോലിയൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇപ്പോഴും ആൾക്കാർ ജോലികളൊക്കെ ചെയ്യുന്നവരുണ്ട്, നല്ല കാര്യം തന്നെയാണ്. അന്ന് കേറ്ററിംഗ് പണിക്ക് പോയ കാരണം നമുക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആദ്യം തന്നെ തൊട്ട് തുടങ്ങി നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളങ്ങ് ബിരിയാണി ഉണ്ടാക്കും. ഇപ്പോൾ എല്ലാവരും എന്ത് ഉണ്ടാക്കണേലും നേരെ എടുത്ത് യൂട്യൂബിലാണ് സെർച്ച് ചെയ്ത് നോക്കുന്നത്, എങ്ങനെ അതിൻ്റെ റെസിപ്പി, എന്തൊക്കെ വേണം, എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ളതൊക്കെ. നമുക്കതിൻ്റെ കാര്യമൊന്നുമില്ല. എന്തുകൊണ്ട്? അന്നത്തെ ആ സംഭവം കൊണ്ട്. അപ്പോൾ ഞാനന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്തവരെയും എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നവരെയൊക്കെ ഞാൻ ഈ സമയത്ത് ഓർക്കുവാണ്. താങ്ക് യു വെരി മച്ച്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉള്ളത്, അന്നത്തെ കാലത്തൊക്കെ ഞങ്ങളുടെ 90s അല്ലെങ്കിൽ 89, 90 ആ സമയത്തെ കിഡ്സുകളൊക്കെ ഈ കേറ്ററിംഗ് പണിക്ക് പോകുമ്പോഴും നാട്ടുകാരുടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൻ കേറ്ററിംഗ് പണിക്ക് പോകുന്നു, അവൻ അതിലേ പോയി എന്നുള്ള രീതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒന്നുമില്ല, വെറുതെയാണ്, നാട്ടുകാരുടെ വെറും കണ്ണിക്കടികൾ മാത്രം. അന്നത്തെ കാലത്തൊക്കെ നമുക്ക് ആ വർക്കും കാര്യങ്ങളും ഉള്ള കാരണം, ജീവിതം മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളും ഒക്കെ ഉള്ള കാരണത്തിന് നമ്മൾ ആൾക്കാർ പോകുന്നതാണ്. അതിനകത്തൊന്നും പേടിക്കാനായിട്ടോ അല്ലെങ്കിൽ കുട്ടികൾ വിഴച്ചു പോകുന്നതെന്നോ ഒന്നുമില്ല. അപ്പം ഇപ്പോഴും ആൾക്കാർ ആ ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്നവരുണ്ട്. അപ്പം താങ്ക് യു വെരി മച്ച്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും സ്നേഹം മാത്രം. ബൈ ബൈ.